നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് 2025 മെയ് അവസാന വാരം നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ചിങ്ങൻ രാശിക്കാരുടെ കാര്യം വിശകലനം ചെയ്യുമ്പോൾ 2025 മാർച്ച് 29-ാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം ഇവർക്ക് ചെറിയ തോതിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുക. എന്നിരുന്നാലും ഈ ഒരു വ്യാഴമാറ്റം ഇവർക്ക് വളരെയധികം അനുകൂലമായിരിക്കും എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് സർവേശകാരകനായ വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും തരാൻ പോകുന്നൊരു വർഷമായിരിക്കും 2025 മെയ്ക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോൾ മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള ആ ശനിമാറ്റകാലം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശേഷം വരുന്ന കാലത്തായിരിക്കും ഇവർക്ക് ഈ ഒരു അനുഭവങ്ങളൊക്കെ ലഭിക്കുക. ചിങ്ങൻ രാശി അല്ലെങ്കിൽ ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ 5-ാമത്തെയും 8-ാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന വ്യാഴം സംക്രമിക്കുന്നത് അല്ലെങ്കിൽ അത് പോയി നിൽക്കുന്നത് 11-ാം ഭാവത്തിലേക്കാണ്. നിങ്ങളുടെ രാശിയുടെ 11-ാം ഭാവത്തിലേക്ക് മാറുന്ന ഈ വ്യാഴം സർവ്വ ആഭിഷ്ടങ്ങളുമായിരിക്കും പ്രദാനം ചെയ്യുക. 11-ാം ഭാവം എന്ന് പറയുന്നത് സർവ്വ ആഭിഷ്ട സ്ഥാനമാണ്. എല്ലാ ആഭിഷ്ടങ്ങളും അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സ്ഥാനമാണ് ഈ 11-ാം ഭാവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വലിയ വിജയത്തിന്റെ കാലഘട്ടമായിരിക്കും ഈ 2025 മെയ്ക്ക് ശേഷം വരാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയാൻ തുടങ്ങും. പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകും. അതായത് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ശമ്പളം കിട്ടാൻ തുടങ്ങും. ജോലിയിലൊക്കെ കുറേ നാളുകളായിട്ട് അഭിവൃദ്ധി ഒന്നുമില്ലാത്തവർക്ക് ജോലി വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ശമ്പളം വർദ്ധിക്കും. ധനപ്രശ്നങ്ങളൊക്കെ നീങ്ങും. അവിടെ ഇരിക്കുന്ന ഈ ഒരു വ്യാഴം നിങ്ങളുടെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും ഭാവങ്ങളെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. ഈ 7-ാമത്തെ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സ്പോസിന്റെ ഒരു പൊസിഷനാണല്ലോ. അപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടാനും കുറച്ച് നാളുകളായി വിവാഹം നടക്കാതെ ഇരുന്നവർക്കെല്ലാം നല്ല വിവാഹബന്ധങ്ങളൊക്കെ വന്നു ചേരാനും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ആ പ്രണയബന്ധം ഒരു കല്യാണത്തിലേക്ക് മാറി വരാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 2025 മെയ്ക്ക് ശേഷം ചിങ്ങൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. കൂടാതെ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർക്ക് വരും. അതായത് പ്രത്യേകിച്ച് ചെറുകിട വൻകിട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയൊരു ഓർഡറുകൾ വന്നു ചേർന്ന് പെട്ടെന്ന് അതിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റൊക്കെ ലഭിച്ച് ബിസിനസ്സൊക്കെ പെട്ടെന്ന് മെച്ചപ്പെടാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴം എല്ലാം നമുക്ക് കൊണ്ടുതരും എന്നാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഷെയറോ അല്ലെങ്കിൽ സ്ഥലമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുണ്ടെങ്കിൽ, കുറേ വർഷങ്ങളായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്തിന് ശേഷം വരാൻ സാധിക്കും. ഒരു മെയ് മുതൽ ഒരു ഒക്ടോബറിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാഴസംക്രമം 2025 കുറച്ച് കൂടുതൽ ഭാഗങ്ങളിൽ നിന്നും പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ചെറിയ തോതിൽ ബിസിനസ്സും കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരുമായിട്ട് ഒത്തുപോകാനുള്ള ഒരു അവസരം വന്നു ചേരും. കുടുംബത്തിൽ കുറേ നാളുകളുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായിട്ട് ചേർന്ന് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. ഒക്ടോബറിൽ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറുന്നൊരു സമയം വരും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഈ ഒരു സമയത്ത് ചെലവുകൾ അതിക്രമിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശനിയും 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാർച്ച് മുതൽ മെയ് അവസാനം വരെയുള്ള സമയവും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴം പിന്നോക്കാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്ക് നന്നായിട്ട് ആലോചിച്ചും കണ്ടും തീരുമാനങ്ങളൊക്കെ എടുക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നീട്ടിക്കൊണ്ടുപോകാതെ പ്രത്യേക കാര്യങ്ങളൊക്കെ നോക്കി അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത്. വീണ്ടും ഡിസംബറിൽ തിരികെ വരുന്ന ഒരു വ്യാഴം നിങ്ങൾക്ക് വീണ്ടും നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. നല്ല ഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച തോറും കൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അല്ലെങ്കിൽ 4 പ്രദക്ഷിണം വെച്ച് ഭാഗ്യസൂക്തവും തുളസിമാലയും വെണ്ണയും ഒക്കെ സമർപ്പിച്ച് തൊഴുന്നതും വളരെയധികം നല്ലതായിരിക്കും. അതുകൂടാതെ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ലക്ഷ്മി വിനായക മന്ത്രത്താൽ ഞവരനെല്ല് ഹോമിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഫലം ഇരട്ടിയാക്കും എന്നർത്ഥം.